ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാൻ വന്നേ. വേറൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് വീട്ടിൽ പോയായിരുന്നു. എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരിക. അപ്പോൾ ബസ് കയറി ഞാൻ അടൂര് വന്നിറങ്ങിയപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ കടയിൽ പോയി ഒരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വരും. അപ്പോൾ എനിക്ക് ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലോട്ട് വരാൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേന് റോഡിൻ്റെ നടുക്കായപ്പോഴത്തേക്കും എൻ്റെ ചെരുപ്പെന്ന് പറഞ്ഞാൽ ഈ ലെതറിൻ്റെ ചെരുപ്പാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡുണ്ടല്ലോ, സ്റ്റാൻഡിലാണല്ലോ ഈ ലെതർ പിടിപ്പിക്കുന്നത്. അങ്ങനെ തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. എന്തായാലും ആ ചെരുപ്പിൻ്റെ അടിയിൽ, ആ ലെതറിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് ഇളകി അങ്ങ് റോഡിൽ വീണിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ നേരെ എൻ്റെ ശ്രദ്ധ മൊത്തം വാഹനങ്ങൾ അങ്ങൊന്നും ഇങ്ങൊന്നും വരുന്നു. 3 റോഡ് ചേർന്ന ആ ഒരു ഭാഗമാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പം എൻ്റെ ശ്രദ്ധ അങ്ങനെ ആയിപ്പോയി. ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഞാൻ നടക്കാൻ നേരവേ ഒരു കാലിന് ഹൈറ്റ് ഉണ്ട്, ഒരു കാലിന് ഹൈറ്റ് കുറവും. ഞാൻ അടുത്ത് ഇതെന്താണ് ചെരുപ്പിലോട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇടത്തെ കാലിലെ ചെരുപ്പിൽ ആ സ്റ്റാൻഡുണ്ട്, വലത്തെ കാലിലെ ചെരുപ്പിൽ സ്റ്റാൻഡില്ല. ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡിലോട്ട് നോക്കിയപ്പോൾ കാണാം, ഞാൻ വന്ന വഴിക്ക് തന്നെ തിരിഞ്ഞു നോക്കി എന്താ പറ്റിയെന്ന് നോക്കി. അപ്പോൾ കാണാം റോഡിൻ്റെ നടുക്ക് കിടക്കുന്നു എൻ്റെ ചെരുപ്പിൽ ആ ഒരു സ്റ്റാൻഡ്. അപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എനിക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ ഒട്ടും പറ്റത്തില്ല. അത് വീട്ടിനകത്തായാലും എനിക്ക് ചെരുപ്പ് വേണം, പുറത്തായാലും ചെരുപ്പ് വേണം. ചെരുപ്പില്ലാതെ ഒരു ശകലം നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എനിക്ക് കളഞ്ഞിട്ട് പോകാവോ, അത് വയ്യ, കളയാതിട്ടുള്ളൂ പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണുവാന്ന് അതവിടെ കിടക്കുന്നത്, ഞാൻ ഏന്തി വരുന്നത്. അപ്പം എനിക്കത് കണ്ടതിലൊന്നുമല്ല, എനിക്ക് ചിരി വന്നിട്ട് കൂടെ ഒരാളില്ല. എന്നിട്ട് ഒന്നിക്ക് അവരുടെ പുറത്തങ്ങടെ ഒരു ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടെങ്കിലും നമുക്ക് ചിരിക്കാം, അല്ലെ അവർ നമ്മളെ കളിയാക്കുമ്പോഴെങ്കിലും നമുക്ക് ചിരിക്കാം. ഇതൊന്നും പറ്റാഞ്ഞിട്ട് ഞാൻ അപ്പം എനിക്ക് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ പോയി എളുപ്പം നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിൽ വരാമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഓട്ടക്കാരുടെ എന്ന് ചോദിച്ചു ഓട്ടം പോവുക. അപ്പം അവർക്ക് സ്ഥിരം അറിയാം ഞാൻ ഗൂഗിൾ പേ ആണ്, അവർക്ക് പൈസ കൊടുക്കാറില്ല, പേ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അവരുടനെ പറഞ്ഞ് ഗൂഗിൾ പേ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താന്ന് പറഞ്ഞാൽ പൈസ എവിടെ നിന്നല്ലോ പൈസ ആക്കണമല്ലോ. ഞങ്ങൾ അറിയുന്നൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. തിരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് ഈ ഹോന്തയും വരുന്നതെല്ലാം എന്താന്ന് പറഞ്ഞാൽ വികലാംഗയുടെ കൂട്ടാണ്. എനിക്കത് ഒരു കാലിൽ ചെരുപ്പ് ഊരിയിട്ട് മറ്റേ കാലിൽ ചെരുപ്പ് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. 2 കാലിൽ ഊരിയിട്ടാണെങ്കിൽ ഒന്നാമത് മഴയാണ്, നമുക്ക് റോഡിലോട്ടൊന്നും ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തോ വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നേ. അപ്പം അത് ആ കടയിൽ ചെന്ന് ഞാൻ 2 പാല് മേടിച്ച് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചിട്ട് 100 രൂപ ആ ചേട്ടന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു കളി, നമ്മൾ എന്താ പറയുക ആൾക്കാരുടെ ഇടയ്ക്ക് നാണക്കേട് അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് സത്യത്തിൽ അതൊരു ഭയങ്കര തമാശ തോന്നിയത്, ഒരു ചിരിക്കാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ആരോടൊന്നും പറഞ്ഞിട്ട് ചിരിക്കാൻ ആരും ഇല്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അല്ല റോഡിൻ്റെ നടുക്ക് അല്ല ഒരു കല്യാണ സ്ഥലത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കാണുന്നതാ. അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാലേ ഒരു വല്ലാത്തൊരിതല്ലേ, ആ ആൾക്കാരുടെ മൊത്തം നോട്ട് നമ്മളിൽ അരികത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് എന്നെ അടുത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഭാഗത്തുള്ളവരെല്ലാം എന്നെ നോക്കുമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എൻ്റെ കാലിൽ അത് ആ ഒരു സ്റ്റാൻഡ് ഊരി താഴെ പോയി. അത് അവിടെ നിൽക്കുന്ന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിങ്ങനെ നോക്കും ആൾക്കാരല്ലേ. അപ്പോൾ അവർ കാണും. ഞാൻ പിന്നെ എന്താ ചെയ്യാൻ, എനിക്ക് ചിരി സഹിക്കാൻ വയ്യാതെ ഞാൻ വീട്ടിൽ വന്നത്. അപ്പം ആ ഒരു എനിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു തമാശ നിങ്ങളെയോടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇട്ടത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട്? അതൊക്കെ രസമല്ലേ അല്ലേ?